ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആദ്യമായി ഈ കുണ്ടറ ഈസ്റ്റ് CSI ഇടവകയിൽ കടന്നു വരുവാൻ സർവശക്തനായ ദൈവം കൃപ ചെയ്തതിന് ഞാൻ ആദ്യമായി ദൈവത്തിന് ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിക്കും. അതോടൊപ്പം ഈ കാര്യം ഇവിടെ വരണം എന്ന് പറയുകയും ഇപ്രകാരമുള്ള ശുശ്രൂഷകളുണ്ട് എന്ന് നേരത്തെ പറയും അതിലേക്ക് എന്നെ ക്ഷണിക്കുകയും ചെയ്ത നമ്മുടെ എത്രയും സ്നേഹമുള്ള വികാരി അച്ഛൻ ജേസൺ അച്ഛൻ, അതോടൊപ്പം തന്നെ നമ്മുടെ മധ്യയെ കടന്നു വന്നിരിക്കുന്ന എത്രയും ബഹുമാനമുള്ള ഓൾഡയുടെ അച്ഛൻ, ഈ ഇടവകയുടെ ചുമതലക്കാരായ കൈക്കാരന്മാർ, സെക്രട്ടറി, കമ്മിറ്റി അംഗങ്ങൾ, റപ്പിയാരിച്ചൻ, മറ്റ് പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഡയസിൻ്റെ വിവിധ ചുമതലകൾ വഹിക്കുന്ന പ്രിയപ്പെട്ടവരോടുണ്ട്. ഡേനിസ് സാറുണ്ട്, നമ്മുടെ പ്രിയപ്പെട്ട സോളമൻ സാറുണ്ട്. എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. ഡയസിൻ്റെ വിവിധ തുറകളിൽ നേതൃത്വ സ്ഥാനങ്ങളിലും കമ്മിറ്റികളിലും പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഞാൻ ആ സമയത്ത് നന്ദിയും സ്നേഹവും അറിയിക്കും. വളരെ ഊഷ്മളമായി ആ ഗേറ്റിൻ്റെ അവിടെ നിന്ന് എന്നെ സ്നേഹിച്ച പ്രിയ കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകിച്ച് സ്ത്രീകരണ കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകമായ നന്ദി അർപ്പിക്കുന്നു. അവരോട് ചേർന്ന് സ്വീകരണത്തിൽ പങ്കുചേർന്ന എല്ലാവർക്കും പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. വളരെ ഹൃദ്യമായിരുന്നു സ്വീകരണം എന്ന് ഞാൻ പറയട്ടെ. ബൊക്കെയും അതോടൊപ്പം തന്നെ ഓരോരോ മനോഹരമായ റോസാപ്പൂക്കൾ നൽകി നിങ്ങളെ സ്വീകരിച്ചു. അതോടൊപ്പം തന്നെ വളരെ പുഞ്ചിരിയോടെ സ്വീകരിച്ചതിനും പ്രത്യേകിച്ച് നന്ദി അറിയിക്കും. ഇന്ന് നമ്മൾ 1-2 ശുശ്രൂഷകളാണ് ഒരുമിച്ചാണ് പോകുന്നത്. സ്നാന ശുശ്രൂഷയുണ്ട്, സാധാരണ ആരാധനയുണ്ട്, കമ്മ്യൂണിറ്റി സർവീസുണ്ട്, സ്നാന ശുശ്രൂഷയുണ്ട്, മുതിർന്ന സ്നാന ശുശ്രൂഷ തന്നെ 2, മുതിർന്ന സ്നാനം, ശിശു സ്നാനം, അതോടൊപ്പം തന്നെ സ്ഥിരീകരണ ശുശ്രൂഷ എല്ലാമുണ്ട്. ഞാൻ വരുന്ന ഇഷ്ടകല മഹാടവിലാണ്. ഇതെല്ലാം കൂടെ വളരെ വളരെ സമയമെടുക്കും. ഇവിടെ അത്രയും സമയം പെരുന്നാളില്ലെങ്കിൽ സമാധാനം അല്ലെങ്കിൽ അത്രയും സമയം ഇവിടെ സാധാരണ എടുക്കാറില്ലെന്നാണ് എൻ്റെ ഒരു പരിചയം. അവിടെയൊക്കെ ആണെങ്കിൽ അന്നത്തെ കാര്യം കുറഞ്ഞതൊരു 4-4.5 മണിക്കൂർ എത്തി. പിള്ളേരുടെ എണ്ണം അനുസരിച്ച് ഇപ്പോൾ സാധാരണ കമ്മ്യൂണിറ്റി സർവീസ് 2 മണിക്കൂർ 2.5 മണിക്കൂർ പോകും. വലിയ പള്ളിയാണെങ്കിൽ അവർ മുഴുവൻ പാട്ടും മുഴുവൻ ശീലുകളും പാടും. അങ്ങനെയൊക്കെ പോകുമ്പോൾ അവർ തീർച്ചയായിട്ടും സമയം പോകുന്നുണ്ട്. അത് 2.5 മണിക്കൂർ മിനിമം എടുക്കാം. ഈ സ്ഥിരീകരണ ശുശ്രൂഷ തന്നെ 2 മണിക്കൂർ എടുക്കും. അതാണ് അതിൻ്റെ അകത്തെ ചോദ്യവും അവരോടുള്ള പ്രത്യേക ചോദ്യങ്ങൾ കാര്യങ്ങളെല്ലാം അതിൻ്റെ അകത്ത് ഉൾപ്പെടും. അവരവിടെ ചേർന്ന് സമയം അത്രയും പോകും. 4.5 മണിക്കൂറൊക്കെയാണ്. ഒരു 20 പിള്ളേരുണ്ടെങ്കിൽ 4.5 മണിക്കൂർ സുമാർ പോകുന്ന രീതിയാണുള്ളത്. എല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ മിനിമം. ഇവിടെ അത്രയും പോകത്തില്ല. പക്ഷെ സഭാദിനം ഉണ്ടെങ്കിൽ ഒരു പക്ഷേ അത്രയൊക്കെ സമയം പോകാറുമുണ്ട്. അപ്പം നേരത്തെ തുടങ്ങുകയും ചെയ്യും. അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ പോകുന്നതാണ് എൻ്റെ വിചാരം. സഭാദിനം ഇവിടെ ഇന്ന് നമ്മളില്ലാത്തതുകൊണ്ട്. എന്നിരുന്നാലും പറയേണ്ട കാര്യങ്ങൾ പറയുകയും ചെയ്യണം. ഇതെല്ലാം കൂടെ ചേർന്ന് വരുന്നതാണ്. ഇതിനകത്ത് എല്ലാവരും ബന്ധപ്പെട്ടുള്ളവരല്ല. സ്നാനത്തിന് ബന്ധപ്പെട്ട ആൾക്കാർ എല്ലാവരും ഇല്ല, സ്ത്രീധനത്തിന് ബന്ധപ്പെട്ട ആൾക്കാരും എല്ലാറ്റിനും ഇല്ല. അപ്പോൾ പല ആൾക്കാർക്കും പലതുമായിട്ട് ബന്ധപ്പെട്ടാണ് ആരാധന വരുന്നത്. പക്ഷേ ഇവിടെ വരുന്നവരെല്ലാത്തിനും കൂടിയിട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതാണ് മറ്റൊരു രസം. ഇവിടെ ടൗൺ ഇവിടെ അടുത്തായതുകൊണ്ട് എന്ത് ചെയ്യാം, വളരെ ഇതിലെ സൈഡിൽ കൂടെ പോയാൽ ടൗണിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും. നിങ്ങളങ്ങനെ പോകത്തില്ല എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് ഞാൻ സമയത്തെക്കുറിച്ച് ചെറിയൊരു മുന്നറിയിപ്പ് തന്നു എന്ന് മാത്രമേ ഉള്ളൂ. സ്നേഹവിരുന്ന കാര്യങ്ങളിലുണ്ട്. അതിന് ശേഷം സന്തോഷ വാർത്തയുണ്ട്. ഇതിന് ശേഷം സ്നേഹവിരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം എന്നെ പുറത്തേക്ക് പോകേണ്ട കാര്യമില്ല. ഇവിടെ തന്നെ നമുക്ക് അല്പസമയം നമുക്ക് അതിനുവേണ്ടി വിനിയോഗിക്കുകയും ചെയ്യാം. നമുക്ക് ഒരു മഹാടവക ഏതാണ്ട് 10 വർഷം മുമ്പ് നമ്മുടെ സ്വന്തമായിട്ട് കൊല്ലം കൊട്ടാരക്കര മഹാടവക രൂപീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ആ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നത്, ദൈവത്തിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും മനോഹരമായി ഈ സഭ വളരുവാൻ, ദൈവം മഹാടവക വളരുവാൻ, മഹാടവക വളർച്ച എന്ന് പറഞ്ഞാൽ സഭയുടെ വളർച്ചയാണ്, വളർന്നു വരുവാൻ ദൈവം ഇടയാക്കട്ടെ. നമ്മുടെ സഭാമക്കൾക്കും അതിലൂടെ ദേശത്തിനും അത് അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. വായിച്ച വേദഭാഗത്തിലേക്ക് തിരികെ വരട്ടെ. നമുക്കെല്ലാവർക്കും ഒരുപക്ഷെ കാണാതെ അറിയാവുന്നൊരു വാക്യമാണ് അത്. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് ഉപദേശിച്ച വചനങ്ങളൊക്കെ പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുക.
കർത്താവിൻ്റെ അന്ത്യകൽപ്പന എന്നാണ് അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. കർത്താവിൻ്റെ അന്ത്യകൽപ്പനയാണ്. അതിനാദ്യം പറയുന്നൊരു കാര്യമുണ്ട്. ശിഷ്യന്മാരോട് പറഞ്ഞ കാര്യത്തിൽ പറയുന്നത്, യേശു ആദ്യം പറയുന്നൊരു ആമുഖം പോലെ പറയുകയാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരം 19-ാം വാക്യമാണ്, 18-ാം വാക്യമാണ്. യേശു അടുത്തു ചെന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. സ്വർഗത്തിനും ഭൂമിക്കും അധികാരം നൽകപ്പെട്ട ഒരു ദൈവപുത്രനാണ് ഇത് പറയുന്നത്. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. യേശുവിനെ പലപ്പോഴും മഹാപുരോഹിതന്മാരും അതുപോലെ തന്നെ ന്യായാധിപന്മാരും അല്ലെങ്കിൽ ഭരണകർത്താക്കളുടെ മുമ്പിൽ ന്യായാധിപ സഭകളിൽ നിർത്തിയപ്പോഴൊക്കെയും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നീ എന്തധികാരം കൊണ്ടാണ് അത് ചെയ്യുന്നതെന്നാണ് ചോദ്യം. നീ എന്തധികാരം കൊണ്ടാണ് ചെയ്യുന്നത്? യെരുശലേം ദേവാലയത്തിൽ ചെന്ന് വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും എല്ലാം പുറത്താക്കിയപ്പോഴും അവർ ചോദിക്കുന്നത്, നീ എന്തധികാരം കൊണ്ടാണ്, ഈ അധികാരം നിനക്ക് തന്നത് ആര് എന്ന് ചോദിക്കുന്നു. ഇവിടെ അതിന് വളരെ ക്ലിയറായിട്ടൊരു മറുപടി ശിഷ്യന്മാരോട് നൽകിയാണ് പറഞ്ഞിരിക്കുന്നത്. അത് കാണാൻ സാധിക്കും. യേശു പറയാണ്, സ്വർഗത്തിനും ഭൂമിക്കും ഉള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. പിതാവ് എനിക്ക് നൽകിയിരിക്കുകയാണ്. ആ അധികാരമുള്ളവൻ ഞാൻ നിങ്ങളെ എന്ത് ചെയ്യുന്നു? അധികാരപ്പെടുത്തി വിടുകയാണ്. പല സന്ദർഭങ്ങളിലും ശിഷ്യന്മാർ ഓരോരോ സ്ഥലങ്ങളിൽ ചെന്ന് രോഗികളെ സൗഖ്യമാക്കുമ്പോഴും അതുപോലെ തന്നെ മറ്റ് അത്ഭുത പ്രവർത്തനങ്ങളൊക്കെയും ചെയ്യുമ്പോഴും എല്ലാം പറയുന്ന ഒരു കാര്യമുണ്ട്, അധികാരമുള്ള നാമം യേശുക്രിസ്തുവിൻ്റെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും അധികാരമുള്ള നാമം എന്നൊക്കെ പറയുന്നത്. അധികാരമുള്ള നാമം യേശു നാമം. യേശുവാണ് അയച്ചത് എന്ന് പറയാൻ അധികാരത്തിലാണ് ചെയ്യുന്നത്. അത് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്, അധികാരം ഉള്ളവൻ അധികാരത്തോടെ നിങ്ങൾ ആ അധികാരം നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. എന്തിനുള്ള അധികാരം? പിതാവിൻ്റെയും നിങ്ങൾ പുറപ്പെട്ട് ലോകത്തിൽ എല്ലായിടവും ഭൂമിയെല്ലാം സഞ്ചരിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം നൽകി ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെയും അവരെ ഉപദേശിച്ച് അത് അപ്രകാരം നടപ്പാൻ തക്കവണ്ണം പറഞ്ഞുകൊണ്ട് ഉപദേശിച്ചുകൊണ്ട് എല്ലാവരെയും ശിഷ്യരാക്കണം. വളരെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വചനമാണ് കർത്താവ് അവിടെ പറഞ്ഞത്. നമ്മൾ പലപ്പോഴും അത് വളരെ ഒഴുക്കം പറ്റി പറഞ്ഞു പോകുന്നു എന്നുള്ളതാണ്. ഇന്നിപ്പോൾ ഈ 1-2 ശുശ്രൂഷകൾ ഒരുമിച്ച് പോകുന്നതുകൊണ്ടാണ് ആ വാക്യം ഞാൻ എടുത്തത്. ഇവിടെ പറഞ്ഞേക്കുന്ന ഒരു കാര്യം ഒന്നെന്ത് ചെയ്യണം? സ്നാനപ്പെടുത്തണം. പിന്നെന്താണ്? സ്നാനപ്പെടുത്തണം. പിന്നെന്താണ്? കേട്ടില്ല? സ്നാനപ്പെടാനുള്ള കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞ് ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. സ്നാനപ്പെടാനുള്ള കുഞ്ഞുങ്ങൾ എന്ന് എഴുന്നേറ്റ് നിന്ന് ഇന്ന് സ്നാനപ്പെടുന്നത്, സ്ത്രീനപ്പെടുവാനുള്ള കുഞ്ഞുങ്ങൾ ഇന്ന് സ്ത്രീനം കഴിഞ്ഞാളെന്ന് എഴുന്നേറ്റ് നിന്നേ. ഓക്കെ അച്ഛാ, അവരാണോ? ഓക്കെ, ഇരുന്നാട്ട്. ഇന്ന് സ്ത്രീനം കഴിയുന്ന ഇവരാണ് അല്ലേ? അവർക്കും പറയാം പ്രത്യേകിച്ച് ഉത്തരം. അപ്പം അവരോടുള്ള ചോദ്യോത്തരമൊക്കെ ആയിട്ട് ഇന്നത് പിടുത്താൻ വേണ്ടി അല്ലേ? എന്നാ പറഞ്ഞത്? ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും പിന്നെ എന്നാ പറഞ്ഞേക്കുന്നത്? പറഞ്ഞോ, തെറ്റാണെങ്കിലും കുഴപ്പമില്ല, ശരിയാണെങ്കിലും കുഴപ്പമില്ല. അപ്പുറം എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ? ഓക്കെ, പറഞ്ഞു. എന്താ അടുത്ത സെൻറ്റൻസ്? ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട്, ഉപദേശിക്കുന്നത് ടീച്ചിങ് പഠിപ്പിക്കണം. എങ്ങനെ പഠിപ്പിക്കണം? എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്? ഒരാൾ അത് പഠിച്ചു എന്ന് എങ്ങനെയാണ് തെളിവ്? അതാണ് ചോദ്യം. അതാണ് എങ്ങനെ പഠിപ്പിക്കുന്നത്. പറഞ്ഞേ. എങ്ങനെ പഠിപ്പിക്കണം? എങ്ങനെ ഉപദേശിക്കണം? പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിക്കണം. ചുമ്മാ ഉപദേശിച്ചാൽ പോരാ, പിന്നെ എങ്ങനെയായിരിക്കണം? ഉപദേശം കേൾക്കുന്നവരെങ്ങനെയായിരിക്കണം? അതനുസരിക്കണം. അനുസരിപ്പാൻ തക്കവണ്ണം എന്ത് ചെയ്യണം? ഉപദേശിക്കണം. അനുസരിക്കുന്നിടം വരെയും എന്ത് ചെയ്യണം? ഉപദേശിക്കണം അല്ലേ? നമ്മുടെ ശുശ്രൂഷകളിലൊക്കെയും ഉള്ള ഒരു ഈ കാലങ്ങളിൽ വന്നിരിക്കുന്ന ഒരു അപജയം ഞാൻ പറയട്ടെ. അപജയം എന്ന് പറഞ്ഞാൽ ഒരു കുറവാണ്. നമ്മൾ ഈ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ വിട്ടുകളയുകയാണ് ചെയ്യുന്നത്.
ഇവിടെ നമ്മൾ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ ഇവിടുത്തെ കാര്യമല്ല പറയുന്നത്, പലപ്പോഴും ചോദ്യം ചോദിക്കുന്നു, നീ ഉപേക്ഷിക്കുന്ന? ആ, ഉപേക്ഷിക്കുന്നു. എന്നാ ഉപേക്ഷിക്കുന്നത്? ആ, നീ ദൈവത്തെ വിശ്വസിക്കും. എന്നാ വിശ്വസിക്കുന്നു? ആ, ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ആ, കൊള്ളാം. ദിവസം പറഞ്ഞിങ്ങനെ കൊള്ളാം. സാത്താൻ പോലും എന്ത് ചെയ്യുന്നുണ്ട്? ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കും. നിന്നെക്കാളും വിശ്വാസമാണ്. അത് ദൈവം എന്ന് പറഞ്ഞാൽ വിറയ്ക്കുകയും കൂടെ ചെയ്യും. നിങ്ങളോ? വിറയൊന്നുമില്ല. ഇല്ല, കരുതുള്ളി വലിയ വിറയും വന്നെങ്കിലേ ഉള്ളൂ, അല്ലാതെ യാതൊരു വിറയും ഉണ്ടാകത്തില്ല. ദൈവം എന്ന് പറഞ്ഞൊരു വിറയും നമുക്ക് ഉണ്ടാകാറില്ല. കാരണം ദൈവം നമ്മുടെ, അതാണ് കുഴപ്പം അല്ലേ. വളരെ വളരെ ശ്രദ്ധിക്കണം അല്ലേ. വേദോസം നമ്മൾ ശ്രദ്ധയോടെ വായിച്ചാൽ നമുക്ക് ഇവിടെ കുഞ്ഞുങ്ങളോട് പലപ്പോഴും പറയുന്നതാണ്, ദൈവസന്നിധിയിൽ ഒരു വാക്ക് പറയാൻ നീ ബന്ധപ്പെടരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വേദോസം നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവസന്നിധിയിൽ ഒരു വാക്ക് നീ പറയാൻ എന്ത് ചെയ്യരുത്? ബന്ധപ്പെടരുത്. തത്രപ്പെട്ടൊരു വാക്ക് പറയരുത് ദൈവസന്നിധിയിൽ. കാരണം എന്താണ്? നമ്മുടെ വായിൽ നിന്നൊരു വാക്ക് വീണാൽ അത് പഴയ രീതിയിൽ പറഞ്ഞാൽ എഴുത്തോലയിൽ നാരായം കൊണ്ട് എഴുതുന്ന പോലെ പൊതിഞ്ഞു കിടക്കും ദൈവസന്നിധിയിൽ. എന്നാൽ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ പെർമനന്റ് ഇങ്കും കൊണ്ട് എഴുതുന്ന പോലെ മായാതെ കിടക്കും. ഒരു വാക്ക് നമ്മൾ ദൈവസന്നിധിയിൽ പറഞ്ഞാൽ ചെയ്യും എന്ന് പറഞ്ഞാൽ ചെയ്യണം എന്നാണ് എൻ്റെ അർത്ഥം. സൗകര്യം കൊണ്ട് ചെയ്യാൻ തന്നെ അർത്ഥമില്ല. ചെയ്യും എന്ന് പറഞ്ഞാണ് അവിടെ എഴുത്ത് അങ്ങനെ ആയിപ്പോയി. പറയുമ്പോൾ തന്നെ വാക്ക് അക്ഷരമായിട്ട് പതിഞ്ഞു കഴിഞ്ഞു. ഇന്നങ്ങനെ സാങ്കേതിക വിദ്യയുണ്ട്. നമ്മൾ പറഞ്ഞാൽ മതി, അത് പ്രിൻ്റായിട്ട് എന്ത് ചെയ്യും വരും എന്ന് പറഞ്ഞ പോലെ നമ്മളിത് ദൈവസേനയിൽ പറയുമ്പോൾ അന്നേരം അതവിടെ എഴുതി വെച്ചു. എന്താ എഴുതി വെക്കുന്നത്? ഇവിടെ ഇന്നും നമ്മൾ പറഞ്ഞതാണ്, കൽപ്പനയുടെ ചുരുക്കം വായിച്ചിട്ട് എന്നാ പറഞ്ഞു? നിങ്ങളെല്ലാം കൂടെ കൂടി എന്നാ പറഞ്ഞു? കൽപ്പനയുടെ ചുരുക്കം പറഞ്ഞപ്പോൾ നിങ്ങളെല്ലാം കൂടെ എന്നാ പറഞ്ഞത്? ന്യായസംഘമാണ് അതിന് ഏറ്റവും ഒന്നാമത്തെ ഉത്തരവാദികൾ. കാരണം എന്താ? അവരാണ് അത് പാടുന്നത് അല്ലേ. പാടുന്നവരോട് പറയും. ബാക്കിയുള്ളവർ പക്ഷേ ആദ്യമൊക്കെ നിൽക്കത്തുള്ളൂ. ഓക്കെ, അവർക്ക് ഒരുപക്ഷെ രക്ഷപ്പെടാമായിരിക്കും. അത് പറഞ്ഞില്ലല്ലോ. അതുകൊണ്ട് കൽപ്പനയോ കൽപ്പന ചുരുക്കം പറഞ്ഞ് എന്താ പറയുന്നത്? ഈ കൽപ്പനകളെ അനുസരിപ്പാൻ തക്കവണ്ണം എൻ്റെ ഹൃദയത്തെ ഉണക്കണമേ എന്ന് പറഞ്ഞാൽ അനുസരണമുള്ളതാക്കണമേ, എന്നെ സഹായിക്കണമെന്ന് അർത്ഥം. കൽപ്പന മുഴുവൻ എന്ത് ചെയ്യാൻ നമ്മൾ കാക്കാൻ പോവാണ് അല്ലേ. ഇത് നീ പ്രമാണിക്കുമോ? ആ, പ്രമാണിക്കുമെന്ന് പറഞ്ഞാൽ പോകും അല്ലേ. പ്രമാണിക്കുന്ന പ്രമാണിക്കണം അല്ലേ. എന്താ പ്രമാണം? വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിള്ളകളിയല്ല ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത് അല്ലേ. തീർച്ചയായിട്ടും ഇന്ന് ഈ കുഞ്ഞുങ്ങൾ ഇവിടെ 3 സ്റ്റെപ്പ് കാര്യങ്ങൾ കഴിഞ്ഞു. ശിശുസ്നാനം കഴിഞ്ഞു, മുതിർന്ന സ്നാനം കഴിഞ്ഞു. ചിലരെന്ത് ചെയ്യുന്നു? സ്ഥിരീകരിക്കപ്പെടുകയാണ്. സ്ഥിരീകരിക്കപ്പെടുമ്പോൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ സ്ഥിരീകരണ ശുശ്രൂഷ പറയുന്നത് CSIയുടെ സ്ഥിരീകരണ ശുശ്രൂഷയും അതുപോലെ തന്നെ പണ്ട് കാലങ്ങളിലുള്ള നമ്മുടെ ആരാധന പുസ്തകങ്ങൾ നോക്കിയാൽ അതിനകത്ത് കാണാൻ സാധിക്കുന്നത്, ഞാൻ മുമ്പേ പറഞ്ഞ കുഞ്ഞുങ്ങളെ സ്നാനപ്പെടുത്തി ഇവിടെ വന്ന് മാതാപിതാക്കന്മാർക്കാണ് താല്പര്യം അവരുടെ കുഞ്ഞുങ്ങളെ സ്നാനപ്പെടുത്താനുള്ള താല്പര്യം. ഇത്രയും പെട്ടെന്ന് അവരെ കർത്താവിൻ്റെ പക്ഷം ചേർക്കുക, കർത്താവിന് വേണ്ടി സമർപ്പിക്കുക എന്നുള്ളതാണ്. നമ്മുടെ അവിടെ ഈശ്വരയിലും ഉള്ള ആരാധനാ രീതി അനുസരിച്ച് കുഞ്ഞുങ്ങളെ സ്നാനപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യും? അവരെ ഇവിടെ കൊണ്ടുവന്ന് ഈ കയ്യിൽ മേടിച്ചിട്ട് ഈ കർത്തൃമേശ കൊണ്ടുവന്ന് സമർപ്പിച്ച് ഒരു പ്രാർത്ഥനയുണ്ട്. സമർപ്പണ പ്രാർത്ഥനയാണെന്നാണ് പറയുക. അല്ലാതുള്ള ആരാധന അവിടെ നിന്ന് പ്രാർത്ഥിച്ചാലും അതങ്ങനെ തന്നെയാണ് വരുന്നത്. പക്ഷേ അത് കുഞ്ഞുങ്ങളെ കരങ്ങളെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ച ശേഷം ഈ കുഞ്ഞെന്നും അങ്കിക്കുള്ളവളായി അല്ലെങ്കിൽ അങ്ങക്കുള്ളവനായിട്ടിരിക്കണമേ എന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഇച്ചിരി പ്രായമുള്ള കുഞ്ഞുങ്ങൾ നമ്മൾ അവിടെ തന്നെ നിർത്തുകയാണ് സാധാരണ ചെയ്യുന്നത്. അവിടെ നിന്ന് ആ സെയിം പ്രാർത്ഥന അവിടെയാണ് പ്രാർത്ഥിക്കുന്നത്. തിരിച്ച് തന്നുവിടുകയാണ്. അതാണ് മുമ്പ് ഞാൻ പറഞ്ഞത്. തിരിച്ച് തന്നുവിടുമ്പോൾ ഒരു കാര്യമുണ്ട്. ഈ പൈതൽ എന്ത് ചെയ്തിരിക്കുന്നു? ഈ ആലയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഈ പൈതൽ ഒരു സാധാരണ പൈതലായിരുന്നു, സാധാരണ ഒരു മനുഷ്യക്കുഞ്ഞായിരുന്നു. ഈ കുഞ്ഞിനെ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? ഒരു ദൈവ പൈതലായിട്ട് മാറ്റിയിരിക്കുക. ദൈവ പൈതലാക്കി മാറ്റി വിശുദ്ധ ബപ്തിസ്മയിലൂടെ, സ്നാനത്തിലൂടെ ആ മനുഷ്യൻ അല്ലെങ്കിൽ ആ ചെറുപ്പക്കാരൻ, ആ ബാലൻ, ആ ബാലിക, ആ പിഞ്ചു പൈതൽ ഒരു ദൈവ പൈതലായിട്ട് മാറി. അതുവരെ സാധാരണ ഒരു ലോക മനുഷ്യനായിരുന്നു. വിശുദ്ധ ബപ്തിസ്മയിലൂടെ എന്തായി? അവൻ ദൈവ പൈതലായി തീർന്നു. ദൈവത്തിൻ്റെ മകളായി തീർന്നു. ദൈവരാജ്യത്തിന് അവകാശിയായി തീർന്നു. കർത്താവിൻ്റെ ശരീരമാണ് സഭയിലെ അംഗമായി. അത്രയും കാര്യങ്ങൾ അവിടെ സംഭവിക്കണം എന്ന് പറഞ്ഞാൽ അവൻ ലോകത്തിൽ നിന്ന് വളരെ വളരെ വ്യത്യാസപ്പെട്ടു. സഭയിൽ അംഗമായി എന്ന് നാം പറയും. സഭയിൽ അംഗമായി. സഭ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ എക്ലീസിയ എന്നാണ് അതിൻ്റെ ആ പദം.
എക്ലീസിയ എന്ന പദമാണ് സഭ എന്ന പേര് അറിയപ്പെടുന്നത്. എക്ലീസിയ എന്ന് പറഞ്ഞാൽ വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം. വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം. വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സങ്കല്പം ഇതാണ്. വലിയ വലിയ പട്ടണങ്ങളിലാണ് ആദ്യകാലങ്ങളിൽ എന്ത് ചെയ്യുന്നത്, സഭ ഉണ്ടായി രൂപപ്പെട്ടത്. ചെറിയ ചെറിയ ഗ്രാമങ്ങളിലല്ല, വലിയ വലിയ പട്ടണങ്ങളിലാണ്. വലിയ എങ്ങനെയാണ് പറയുന്നത്, വലിയ വലിയ മാർക്കറ്റ് പ്ലേസിലാണ്, ചന്തസ്ഥലങ്ങളിലാണ് എന്ന് വേണേൽ, ചന്തസ്ഥലത്തോട് ഉപയോഗിക്കാൻ പറ്റുന്ന എല്ലാ സംഗതികളുമുള്ള ലോകത്തിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്. അതിൽ നിന്ന് പ്രത്യേകിച്ചൊരു കൂട്ടത്തെ എന്ത് ചെയ്തു, വിളിച്ചു മാറ്റി വേർതിരിച്ചു എന്ന് പറയും. മാർക്കറ്റ് പ്ലേസിൽ നിന്ന്, ചന്തസ്ഥലത്ത് കൂടി ഇരിക്കുന്ന ആൾക്കാരിൽ നിന്ന് ചില ആൾക്കാരെ പ്രത്യേകമായി വിളിച്ചാൽ വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. ആ വിളിച്ചു വേർതിരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അതാണ്. ലോകത്തിൻ്റെ എല്ലാ സംഗതികളിലും ഉൾപ്പെട്ടതല്ല, അവിടെ നിന്ന് വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം, സഭ. വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം. പരിശുദ്ധാത്മാവാണ് അവിടെ പ്രവർത്തിക്കുന്നത്. പരിശുദ്ധാത്മാവ് ആളുകളെ എന്ത് ചെയ്യുന്നു, സഭയിലേക്ക് ചേർത്തുകൊണ്ടിരുന്നു. അതാണ് എൻ്റെ ആദ്യകാലത്തെ സഭാപ്രവർത്തനത്തെക്കുറിച്ച് കാണാൻ സാധിക്കും. ലോകത്തിലുള്ള മറ്റു സ്വഭാവങ്ങളൊന്നും ഈ സഭയിൽ ഇല്ല. ലോകത്തിലുള്ള മാർക്കറ്റ് പ്ലേസിലുള്ള ശബ്ദങ്ങളൊന്നും എവിടെയില്ല. മനസ്സിലാക്കാൻ പാകത്തിന് എളുപ്പം എന്ന് പറയുകയാണെങ്കിൽ, മാർക്കറ്റ് പ്ലേസിലുള്ള ചന്തസ്ഥലത്തുള്ള ശബ്ദകോലാഹലങ്ങളൊന്നും എവിടെയില്ല. പറഞ്ഞു, കുട്ടികൾ പറഞ്ഞു, വലിയൊരു പറയണ്ട. എവിടെയില്ല? സഭയിലില്ല. ഇവിടെയുള്ള ശബ്ദങ്ങൾ എവിടെയില്ല? മാർക്കറ്റ് പ്ലേസിലുമില്ല. ഇവിടെയുള്ള ശബ്ദങ്ങൾ, ഇവിടെ ക്രിസ്തീകൃതം അല്ലെങ്കിൽ നമ്മെ പറഞ്ഞ ശുദ്ധിക്കായി, അത് നമ്മളിപ്പോൾ ഇന്ന് പാടിയായിരുന്നു പാട്ട്, ശുദ്ധിക്കായി പാടിയത് അല്ലേ? ശുദ്ധിക്കായി യേശു സമീപേ പോയെന്നുള്ള പാട്ട് പള്ളിക്കകത്ത് കേൾക്കാം, പക്ഷേ ചന്ത കേൾക്കാമോ? കേൾക്കത്തില്ല അല്ലേ? തൃത്വത്തിന് സ്തുതി ഇവിടെ ഉണ്ട്, പക്ഷേ ചന്ത കേൾക്കാമോ? കേൾക്കത്തില്ല അല്ലേ? ഹല്ലേലൂയ, സ്തോത്രം, ദൈവമേ നിനക്ക് നന്ദി, അത് പള്ളിക്കുള്ളിൽ കേൾക്കാം, ചന്തസ്ഥലത്ത് കേൾക്കാമോ? അവിടെ കേൾക്കാൻ പറ്റത്തില്ല അല്ലേ? അപ്പം ഇവിടുത്തെ ശബ്ദവും അവിടുത്തെ ശബ്ദവും വേറെയാണ്. ഇവിടെയുള്ള ശബ്ദം അവിടെയോ, അവിടെയുള്ള ശബ്ദം ഇവിടെയോ സാധാരണഗതിയിൽ എന്ത് ചെയ്യത്തില്ല, കേൾക്കാൻ യാതൊരുവിധമായ സാധ്യതയുമില്ല. മനുഷ്യർ ആണെങ്കിൽ പോലും വിളിച്ചു വേർതിരിക്കപ്പെട്ടു എന്നൊരു വ്യത്യാസം അവിടെ കിടപ്പുണ്ട്. വിളിച്ചു വേർതിരിക്കപ്പെട്ടവർ എന്നുള്ള ഒരു വ്യത്യാസം അവർക്കുള്ളത് കൊണ്ട് വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ എന്തില്ല, ഈ മറ്റ് ലോകത്തിൻ്റെ ശബ്ദങ്ങൾ ഇല്ല എന്നുള്ളതാണ്. പിന്നെ എന്തെല്ലാം ശബ്ദമാണ് ഇവിടെയുള്ളത്? ഇവിടെ ആത്യന്തികമായിട്ട് പറയുമ്പോൾ ദൈവത്തെ സ്തുതിക്കുന്ന സ്തുതിഗീതങ്ങൾ മാത്രമേ ഉള്ളൂ. കണ്ണീരോടുള്ള പ്രാർത്ഥനയുടെ ശബ്ദം മാത്രമേ ഇവിടെ കേൾക്കാവൂ. ദൈവം ചെയ്ത നന്മകളെ ഓർത്തുള്ള ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്ന സ്തോത്രാർപ്പണങ്ങളാണ് ഇവിടെ കേൾക്കുന്നത്. പരസ്പരം ആൾക്കാർ കാണുമ്പോൾ എന്ത് ചെയ്യുന്നു, സ്തോത്രം എന്ന് പറയുന്ന ശബ്ദമാണ്. പുഞ്ചിരിക്കുന്ന മുഖങ്ങളാണ് ഈ കൂട്ടത്തിൽ ഉള്ളത്. ഹലോ, എന്നാണ്ട് വിശേഷം എന്ന് ചോദിക്കുന്ന, സുഖമായിരിക്കുന്നു എന്ന് ചോദിക്കുന്ന ഒരു ശബ്ദമാണ് ഈ കൂട്ടത്തിലുള്ളത്. അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും. ഇത് സ്നേഹത്തിൽ അധിഷ്ഠിതമാണ്. ഇത് വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. ഇതിൻ്റെ നാഥൻ ക്രിസ്തുവാണ്. അതാണ് ഈ സഭയുടെ പ്രത്യേകത. ഒരാൾ സ്നാനപ്പെട്ട് ചേരുമ്പോൾ ഈ ഒരു സ്വഭാവത്തിലാണ് അവർ വളരേണ്ടത്. ഒരു കുഞ്ഞ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ, കുഞ്ഞാണെങ്കിലും ബാലികാബാലന്മാരാണെങ്കിലും പ്രായമുള്ളവരാണെങ്കിലും സ്നാനപ്പെട്ട് കഴിയുമ്പോൾ അവർ ഓർത്തിരിക്കേണ്ട, കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പേരൻസ് അവരെ ഓർപ്പിക്കേണ്ട സംഗതി ചെയ്തു. മോനെ നീ ദൈവത്തിൻ്റെ പൈതലാണ് എന്ന ഓർമ്മ നിനക്ക് വേണം. മറക്കരുത്, ദൈവത്തിൻ്റെ പൈതലാണെന്നുള്ള ഓർമ്മ വേണം. ദൈവത്തിൻ്റെ പൈതലാണെങ്കിൽ ആ ദൈവത്തിൻ്റെ പൈതലിന് ജീവിക്കേണ്ട ഒരു ജീവിത ക്രമം ഈ വിശുദ്ധ തിരുവെഴുത്തിൽ ആണ്. ഇതിലാണ് അതിനകത്ത് ഏതാണ് പ്രമാണം, അനുഷ്ഠിക്കേണ്ട പ്രമാണം എന്ന് പറഞ്ഞിരിക്കും. നമ്മൾ പറഞ്ഞു, അത് കുഞ്ഞുങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കണം. നീ ഒരു ദൈവവൈതലാണ്, നീ എപ്പോഴും വേദവസം വായിക്കണം, നീ പ്രാർത്ഥിക്കണം, ദൈവത്തോട് പ്രാർത്ഥിക്കണം, ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ വരുമ്പോൾ നീ ദൈവത്തോട് പ്രാർത്ഥിക്കണം, നീ വേദവസം വായിക്കണം എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത ആർക്കൊണ്ട്? ആദ്യം പേരൻസിനാണ്, മാതാപിതാക്കന്മാർക്കുള്ളത്. രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ നീ പ്രാർത്ഥിച്ചോ എന്ന് ചോദിക്കണം. കുഞ്ഞുങ്ങൾ പഠിക്കാൻ ദൂരെ പോകുമ്പോൾ നമ്മൾ ചോദിക്കാം, നീ ഇന്ന് പ്രാർത്ഥിച്ചോ മോളെ, വേദവസം വായിച്ചോ? സൺഡേ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ ഇന്ന് ഏത് കഥയാണ് പഠിപ്പിച്ചേ, ഏത് വാക്യമാണ് പഠിപ്പിച്ചത്, നീ അത് പഠിച്ചോ, അതിൻ്റെ അകത്ത് എന്നാണ് നിനക്ക് മനസ്സിലായത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ചോദിക്കപ്പെടുന്നത്. അത് ചോദിച്ച് അതിൽ നമ്മൾ ഈ തലമുറയെ വളർത്തിക്കൊണ്ടുവരണം. വിശ്വാസ കൈമാറ്റത്തിന്
അത് വളരെ വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ചോദിക്കട്ടെ, ഇന്ന് നാം ഉൾപ്പെടുന്ന സഭ, മാർക്കറ്റ് പ്ലേസും സഭയും സഭയ്ക്കുള്ളിലും എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഉണ്ടോ? പറയണമെന്നില്ല, ഓർത്താൽ മാത്രം മതി. മാർക്കറ്റിലെ ശബ്ദം ഇവിടെ കേൾക്കുന്നുണ്ടോ? ഇവിടുത്തെ ശബ്ദം ഇവിടെ കേൾക്കത്തില്ലെന്ന് നേരത്തെ തന്നെ പറഞ്ഞേക്കുന്ന. പിന്നെ മാർക്കറ്റിലെ ശബ്ദം ഇവിടെ കേൾക്കുന്നുണ്ടോ? മാർക്കറ്റിലെ ഒച്ചപ്പാടുകൾ ഇവിടെ കേൾക്കുന്നുണ്ടോ? മാർക്കറ്റിൽ ആരും എങ്ങനെയെന്ന് പോകുന്നു വരുന്നു പോകുന്നു, ആരും ആരെയും ഗമനിക്കുന്നില്ല, അങ്ങനെ രീതി ഇവിടെ ഉണ്ടോ? നിനക്ക് നിൻ്റെ കാര്യം, എനിക്ക് എൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവിടുത്തെ രീതി ഇവിടെ ഉണ്ടോ? ആരോടും എന്ത് സംസാരിക്കുന്ന ഒരു സംസ്കാരം അവിടെയുണ്ട്, അതിവിടെയുണ്ടോ? അവിടെ വിവിധ രീതിയിൽ നടക്കുന്ന ആൾക്കാരുണ്ട്, സ്വഭാവമുള്ള ആൾക്കാരുണ്ട്, മദ്യം കഴിക്കുന്നവരുണ്ട്, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരുണ്ട്. എല്ലാ ആൾക്കാരും അവിടെ കാണാം. ഇവിടെ അങ്ങനെ ആൾക്കാരുണ്ടോ? ഉണ്ടെങ്കിൽ സഭയും മാർക്കറ്റുമായിട്ട് യാതൊരു വ്യത്യാസവും. സഭയും മാർക്കറ്റായിട്ട് യാതൊരു വ്യത്യാസം. മാർക്കറ്റ് എന്നുള്ളത് ഞാൻ നമുക്ക് മനസ്സിലാകുന്നതുകൊണ്ട് ഇച്ചിരി പരിഷ്കരിച്ച് പറഞ്ഞെന്ന് മാത്രമാണ്. സഭയും മാർക്കറ്റായിട്ട് യാതൊരു വ്യത്യാസം. കാരണക്കാരാരാ? ദൈവമല്ല, നമ്മുടെ കയ്യിലിരിപ്പാണ്, നമ്മുടെ സ്വഭാവമാണ്. നമ്മൾ പലപ്പോഴും മുട്ടുകുത്താൻ മറന്നു പോകുന്നതുകൊണ്ടാണ്, ദൈവമേ എന്ന് വിളിക്കാൻ മറന്നു പോകുന്നതുകൊണ്ടാണ്, സമയമില്ല എന്ന് പറഞ്ഞുള്ള പോകുന്നതുകൊണ്ടാണ്, കുഞ്ഞുങ്ങളെ നമ്മൾ ശ്രദ്ധിക്കാൻ വിട്ടുപോകുന്നതുകൊണ്ടാണ്. ശ്രദ്ധിക്കണം. ലോകം നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപകടകരമായ രീതിയിലാണ് പോകുന്നത്. അപകടം എന്ന് ഞാൻ പറഞ്ഞത് ദൈവവിശ്വാസം വളരെ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കും. ദൈവവിശ്വാസം കുറയുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പള്ളിയിൽ ആൾക്കാർ കുറയുന്നു എന്നല്ല, മാത്രമല്ല അർത്ഥം. പള്ളിയിൽ വരുന്ന ആൾക്കാരും എന്ത് ചെയ്യാം? ഈ സ്വഭാവത്തിലേക്ക് മാറിയാൽ മതി. അവിടെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരാൾ കാണും. അതാരാന്നറിയാമോ? അതാരാ? ഉൽപ്പത്തി പുസ്തകം ആദ്യം പറഞ്ഞിരിക്കുന്ന ആള് ആര്? പിശാച്, സാത്താൻ, പാമ്പ് അല്ലേ? പിള്ളേരോർക്കും പാമ്പെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ പിശാചെന്ന് ഉൽപ്പത്തി പറഞ്ഞിരിക്കുന്നത് പണ്ട് ഒനിഡാറ്റിയുടെ പരസ്യം പോലെ തലയ്ക്ക് 2 കൊമ്പും വാലിൻ്റെ അറ്റത്തിന് കൂർത്ത വാലുമുള്ള ആളാണ്. അല്ല, ഇപ്പോൾ സാത്താൻ വളരെ ഹൈടെക് സാത്താനാണ്. വളരെ സുന്ദരനാണ് അവൻ, വളരെ സുമുഖനാണ്, സുന്ദരിയാണ്. അവനെ നമുക്ക് വേഗം തിരിച്ചറിയാൻ പറ്റത്തില്ല. ദിവസം പറഞ്ഞ് സാത്താൻ താനും ആരുടെ രൂപം ധരിക്കുന്നു? വെളിച്ചദൂതൻ്റെ വേഷം ധരിക്കും. സാത്താൻ താനും വെളിച്ചദൂതൻ്റെ വേഷം ധരിക്കും. തെറ്റിദ്ധരിക്കും സാധാരണ ആൾക്കാർ. വെളിച്ചദൂതൻ എന്ന് പറഞ്ഞാൽ മോശം ദൂതനല്ല, നല്ല ദൂതനാണ്. ആര് ധരിച്ചിരിക്കുന്നു? സാത്താൻ ധരിച്ചിരിക്കുന്നതാണ്. അതാണ് കാലം. തിരിച്ചറിയണം. ദിവസമായി പരിശുദ്ധാത്മാവിൻ്റെ കുറവ് നമുക്ക് ആവശ്യം. ഐക്യവചനം, ഹ്യൂമൻ എന്ന് പറയാം. അങ്ങനെ ഒരു പുത്തനല്ല, ഇതിലേക്കൊരു തിരിഞ്ഞു വരവ് നമുക്ക് ആവശ്യം. വിശുദ്ധ സ്നാനം വഴിയും അതുപോലെ തന്നെ സ്ഥിരീകരണ ശുശ്രൂഷകളെയും ഇത് നമ്മൾ ഉറപ്പാക്കുകയാണ്. സ്ഥിരീകരണ ശുശ്രൂഷയ്ക്ക് നമ്മൾ വരുമ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്, അതിൽ അവർ ഉറക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഞാൻ എന്ത് ചെയ്യത്തില്ല, സാധാരണ പിള്ളേർക്ക് മനസ്സിലാക്കാൻ ഭാഷയിൽ പറയാണ്, ജ്ഞാനമാതാവാക്കന്മാരോ അല്ലെങ്കിൽ നിങ്ങൾ സ്നാനത്തിന് മുമ്പ്, മുതിർന്ന സ്നാനം കഴിയുന്നവർ അതിനു മുമ്പ് അവർ എടുക്കുന്ന പ്രതിജ്ഞകളുണ്ട്. പ്രതിജ്ഞ എന്ന് പറയുന്നത് അവരുടെ പഴയ വിശ്വാസത്തെ ഉപേക്ഷിക്കുന്നു എന്നുള്ളതാണ്. പഴയ വിശ്വാസത്തെ ഉപേക്ഷിക്കുന്നു. എന്താണോ അവരുടെ പഴയ വിശ്വാസം, അവരെന്ത് ചെയ്യുന്നു? അതിനെ ഉപേക്ഷിക്കുന്നു. ഉപേക്ഷിക്കുന്നുവോ? ഞാൻ ഉപേക്ഷിക്കുന്നു. സ്വീകരിക്കുന്നുവോ? ഞാൻ സ്വീകരിക്കുന്നു. ഏത്? പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം ഈ ഭൂമിയെയും കാണുന്നതിനെയും കാണപ്പെടാത്തയും പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ച് പരിപാലിക്കുന്നതിനും എന്നെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്നതുമായ സർവശക്തനായ ദൈവത്തിൽ, ത്രിയേക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അതാണ് വിശ്വാസ സ്വീകരണം. മറ്റെല്ലാ ദൈവങ്ങളെയും വിശ്വാസങ്ങളെയും ഞാൻ ഉപേക്ഷിക്കുന്നു. ഇതിനെ ഞാൻ സ്വീകരിക്കുന്നു. ഉപേക്ഷിച്ചിട്ട് നമുക്ക് വെറുതെ നിൽക്കാൻ പറ്റത്തില്ല. നമ്മൾ ഒന്ന് സ്വീകരിച്ചേ പറ്റത്തുള്ളൂ. അത് ഞാൻ ഉപേക്ഷിക്കുന്നു. ഈ വിശ്വാസത്തിലേക്ക് ഞാൻ വന്നിരിക്കുന്നു, സ്വീകരിക്കുന്നു. എന്നെ സൃഷ്ടിച്ചും ഈ പ്രപഞ്ചത്തെ എൻ്റെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നതിനെയും കാണാൻ പറ്റാത്തതിനെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന എൻ്റെ ദൈവം, അത് ആ ദൈവത്തിൻ്റെ പുത്രനാണ് യേശു ക്രിസ്തു എന്നുള്ള വിശ്വാസം. അത് നമ്മൾ ഏറ്റുപറയണം, സാക്ഷ്യം പറയണം. ആവശ്യം പറ്റുമോ? പണ്ടൊക്കെയും ഡയറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ കാര്യം പറയുമായിരുന്നു. ചന്തസ്ഥലത്തൊക്കെ ചെന്ന് പറയുമായിരുന്നു, യേശുവാണ് ദൈവപുത്രൻ, യേശു എൻ്റെ കർത്താവ്, എന്നെ രക്ഷിച്ചു എന്ന് പറയുമായിരുന്നു.
ഇന്ന് അങ്ങനെ പറയുന്ന ആൾക്കാർ അത് സി എസ് ഐക്കാരൻ്റെ ജോലിയല്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നതുകൊണ്ട് അത് മറ്റ് സഭക്കാരുടെ ജോലിയാണ് എന്ന് നമ്മൾ വിചാരിക്കും. നമുക്ക് പള്ളിയിൽ എന്തെങ്കിലും പറയാമെങ്കിൽ പറയാം എന്നുള്ള രീതിയിലാണ് നമ്മുടെ പോക്ക്. പക്ഷെ അതല്ല ജീവിതം കൊണ്ട് എന്ത് ചെയ്യുക, ജീവിതത്തിൽ ഈ ഒരു ഇതിനനുസരിച്ച് പോകുക എന്നുള്ളതാണ്. പ്രതികൂലങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ, പരിശോധനകൾ വരുമ്പോൾ ക്രിസ്തു നിമിത്തം പൗലോസ് ഇത് ചപ്പെന്നും ചവറെന്നും എണ്ണുന്നാണ് പറഞ്ഞത്. ചപ്പ് ചവർ എന്നെണ്ണുന്നു. ഏത്? ഈ ലോകത്തിലെ മറ്റു കാര്യങ്ങൾ, അനേക കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് പറയുന്നത്. പൗലോസ് അപ്പോസ്തലൻ എന്ത് ഉപേക്ഷിച്ചുവോ അതെല്ലാം ഇന്ന് നമുക്ക് ചപ്പും ചവറോ അല്ലെങ്കിൽ വലിയ കാര്യങ്ങളാണ് അല്ലേ. പണം കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഏത് ചെളിയിലാണെങ്കിലും നമുക്ക് പ്രശ്നമല്ല അല്ലേ. നമ്മുടെ വിചാരം ഒന്ന് കുളിച്ച് കഴിഞ്ഞാൽ പോകുമല്ലോ, അതാണ് നമ്മുടെ ചിന്ത. ഏത് ചെളിയും നമുക്ക് വിഷയമില്ല. പണം കിട്ടുമ്പോൾ അത് അധപ്പതനമാണ്, പുരോഗമനമല്ല. നമ്മൾ ആ രീതിയിൽ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക. ഞാൻ പറഞ്ഞത് സ്ത്രീകരണത്തിലൂടെ അവർ പൂർണ്ണ അംഗത്തിലേക്ക് വരുമ്പോൾ അവർ ചില തീരുമാനങ്ങൾ എടുത്തുകൊണ്ടാണ്. അതിനെക്കുറിച്ച് അന്ന് പിള്ളേരെ പഠിപ്പിച്ചില്ല, പിന്നെ അവർക്ക് പഠിപ്പിക്കാനാണ് പറ്റുന്നത്. കർത്താവിൻ്റെ പ്രാർത്ഥന എന്നാ പിള്ളേർ പഠിക്കേണ്ടത്? ഞങ്ങളവിടെയും ഇവിടുത്തെ സൗത്ത് കേരളയുടെ സൺഡേ സ്കൂൾ പുസ്തകങ്ങൾ തന്നെയാണ് കുറേ വർഷങ്ങളാണ് ഉപയോഗിക്കും. നമുക്ക് സീസേക്കറൊക്കെ വന്നിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം, നമ്മൾ പിള്ളേരെ സ്ഥിരീകരണ കാലത്ത് പഠിപ്പിക്കേണ്ട ചില പാഠങ്ങൾ, ചിലത് അതിൽ ഊന്നി പറയുന്ന ചില കാര്യങ്ങൾ, അതിലൊന്ന് എന്ന് പറയുന്നത് കർത്താവിൻ്റെ പ്രാർത്ഥന, 10 കൽപ്പന, വിശ്വാസ പ്രമാണം. ഈ മൂന്നും അവരെ പഠിപ്പിക്കുന്നത് എന്നായിരിക്കും? കൽപ്പന പഠിപ്പിക്കുന്നത് എപ്പോഴായിരിക്കും പഠിക്കുന്നത്? പ്രായമുള്ളവർക്ക് പറയാം, എപ്പോഴാണ് കൽപ്പന നമ്മൾ CSI പള്ളിയിൽ പഠിപ്പിക്കുന്നത്? സ്ഥിരീകരണ ക്ലാസ്സിലാണ് പ്രത്യേകമായിട്ട് എന്ത് ചെയ്ത് കൽപ്പനകൾ പഠിപ്പിക്കുന്നത് അല്ലേ. എന്താ കൽപ്പന? ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ ഉണ്ടാകരുത്, അപ്പനെ അമ്മയും ബഹുമാനിക്കണം, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, മോഹിക്കരുത്, വ്യഭിചാരം ചെയ്യരുത്, ഒന്നും ചെയ്യരുത്. എപ്പോഴാണ് പഠിക്കുന്നത്? സ്ഥിരീകരണ ക്ലാസ്സിൽ. സാധാരണ ഞാൻ മുമ്പ് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ 14 വയസ്സ് തൊട്ടാണ് പഠിക്കുന്നത് അല്ലേ. ഈ കുഞ്ഞുങ്ങൾ എന്നാ സ്കൂളിൽ പോകുന്നത്? സാധാരണ റെഗുലർ ക്ലാസ്സിൽ പോകാൻ തുടങ്ങുന്നത് എന്നാൽ 5-ാമത്തെ വയസ്സ് അല്ലേ. 5 വയസ്സിന് മുമ്പ് ഈ കൊച്ചിന് എന്തെങ്കിലും അറിയാമോ? അവൻ എന്തെങ്കിലും പഠിച്ചു കാണുമോ? അവൾ എന്തെങ്കിലും പഠിച്ചു കാണുമോ? കാണുമായിരിക്കും. 100 കൂട്ടം കാര്യങ്ങൾ ആ കൊച്ചു പഠിച്ചിട്ടുണ്ട്. ഒന്നാമത് ഇപ്പോഴത്തെ കാലത്ത് പഠിക്കുന്നതിനതാ ഇതുപോലുള്ള സാധനം. കോവിഡും കൂടെ വന്നപ്പോൾ പൂർത്തിയായി. എല്ലാത്തിനും ഒറ്റ മരുന്ന് അല്ലേ. പണ്ട് കാലങ്ങളിൽ മരുന്നൊന്നും ഒത്തിരി ഇല്ലായിരുന്നു. അന്ന് സർക്കാർ ആശുപത്രിയിൽ പോയാൽ ഒരു കുപ്പിക്കകത്ത് നിന്ന പനിയും, തലവേദന, ചൊറി, ചിറങ്ങി എല്ലാത്തിനും ഇന്നില്ല ഒറ്റ കുപ്പിയാണ് എന്ന് പറഞ്ഞ പോലെ നമുക്ക് എല്ലാത്തിനും ഒറ്റ മരുന്നുള്ളൂ പിള്ളേർക്ക് കൊടുക്കാൻ. ഏതാണ്? 5 വയസ്സുള്ള കൊച്ചിന് TV എന്ത് ചെയ്യാം? അവരുടെ ഇഷ്ടമുള്ള ചാനൽ എടുക്കാൻ അവർക്കറിയാം. നമുക്കറിയാമോ? നമ്മൾ തലയെക്കുത്തി കിടന്ന് പറഞ്ഞാലും എന്ത് ചെയ്തില്ല, അതെവിടെയാണ് അങ്ങനെ നമുക്കറിയില്ല. പക്ഷെ പിള്ളേർക്കറിയാം. അത്രയാണ് തലമുറയുടെ വ്യത്യാസം. പഠിച്ചു, നല്ല കാര്യം, പിള്ളേർ പഠിക്കുന്നത്. പക്ഷേ അത് പഠിച്ച് അതുപോലെ 100 കൂട്ടം കാര്യങ്ങൾ പഠിച്ച് അതെല്ലാം അവർക്ക് ഇഷ്ടപ്പെട്ടതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മക്കളെ ഇങ്ങനെ നിങ്ങൾ അത് ചെയ്യരുത്, ഇത് ചെയ്തു, പോവാച്ച ചുമ്മാ അതൊന്നും പറയാൻ. മമ്മി ഇവിടെ കാര്യം നോക്കും, ഞങ്ങൾ ഇതൊന്ന് നോക്കട്ടെ. ഞാൻ പറഞ്ഞത് പിള്ളേരെ ആദ്യം നമ്മൾ പ്രാർത്ഥന അവരുടെ ഹൃദയത്തിലുണ്ടാകണം. ആദ്യം പ്രാർത്ഥന അവരുടെ ഹൃദയത്തിൻ്റെ പലകയിൽ ആദ്യം പ്രാർത്ഥന, ദൈവമേ എന്നുള്ള പ്രാർത്ഥന എഴുതി കൊടുക്കണം. പണ്ട് കാലങ്ങളിൽ കാരണന്മാർ പഠിപ്പിക്കുമായിരുന്നു, ദൈവത്തിൻ്റെ പൈതൽ ഞാൻ, സ്വർഗരാജ്യം എൻ്റെ. കുഞ്ഞുങ്ങൾ ആദ്യം പഠിക്കുന്ന പാട്ട് അതാണ്. ദൈവത്തിൻ്റെ പൈതൽ ഞാൻ, ദൈവരാജ്യം, സ്വർഗരാജ്യം എൻ്റെ. ആദ്യത്തെ പാട്ട് അവരുടെ ഹൃദയത്തിൽ അതങ്ങ് എഴുതുക. അതങ്ങനെ മായാതെ കിടക്കും. ഒരുപക്ഷെ മറന്നു പോയാലും മായാതെ കിടക്കും. സന്ധ്യ ആകുമ്പോഴേ പ്രാർത്ഥിക്കണം. അതവരുടെ ഹൃദയത്തിൽ മായാതെ കിടക്കും. പ്രാർത്ഥന ചൊല്ലിക്കൊടുത്താൽ മതി. 3 ദിവസം ചൊല്ലിക്കൊടുത്താൽ മതി. 4-ാമത്തെ ദിവസം എന്ത് ചെയ്യും? പിള്ളേർ ആ സമയമാകുമ്പോൾ അവർ കൈ കൊണ്ട് വേണം പ്രാർത്ഥന ചൊല്ലിത്തരാൻ മതി അല്ലേ. നമുക്കിന്ന് എന്തില്ല? ആധുനിക അമ്മച്ചിമാർക്ക്, അപ്പച്ചന്മാർക്ക് എന്തില്ല? പപ്പന്മാർക്കും മമ്മിമാർക്കും, ഡാഡിമാർക്കും മമ്മിമാർക്കും എന്തില്ല? അതിനൊന്നും നേരെ നിങ്ങൾ തന്നെ സൗകര്യം പ്രാർത്ഥിക്കും. എനിക്ക് വേറെ ജോലിയാണ് അല്ലേ. 2 ദിവസം പിള്ളേർ ചോദിക്കും, 3-ാം ദിവസം എന്ത് ചെയ്യില്ല?
നമ്മൾ അവരോട് വടിയെടുത്ത് കാണിച്ചാൽ അവർ വരത്തില്ല പ്രാർത്ഥിക്കാൻ. 2 ദിവസം വേണ്ട, ഒറ്റ തവണ എതിർത്താൽ എന്ത് ചെയ്യും? അവർ പിന്നെ വരത്തില്ല. അതാ തലമുറ. ആരുടെയാണ് കുഴപ്പം? നല്ല ശീലങ്ങൾ എന്ത് ചെയ്യണം? അത് പഠിപ്പിക്കുന്നത് നമ്മുടെ കടമയാണ്. വീട്ടിലാണ് ആദ്യം ഇത് പഠിക്കുന്നത്. ഏറ്റവും കൂടുതൽ സമയം അവർ മാതാപിതാക്കന്മാരുടെ കൂടെയാണ്, മമ്മിമാരോട് കൂടെയാണ് കുഞ്ഞുങ്ങൾ കൂടുതൽ സമയം ചെലവഴിക്കുന്നത്. മമ്മിമാരോട് കൂടെ അല്ലേ? മമ്മിമാരാണ് അവരുടെ ആശാനും ആശാട്ടിയും എല്ലാം. ഏറ്റവും കൂടുതൽ സമയം അവർ മമ്മിമാരോട് കൂടെയാണ്. അവരുടെ ചൂട്, അവരുടെ ശരീരത്തിൻ്റെ താപവ്യത്യാസങ്ങൾ, അവരുടെ മുഖത്തെ ഭാവഭേദങ്ങളെല്ലാം ഒരു വാക്ക് പോലും സംസാരിക്കാൻ അറിയാത്ത കുഞ്ഞിനും ഗ്രഹിക്കാൻ സാധിക്കും അല്ലേ? കുഞ്ഞുങ്ങളുടെ നേരെ നമ്മൾ നോക്കി അവർ നമ്മുടെ മടിയിലിരിക്കുമ്പോൾ അമ്മമാർ അവർ ദേഷ്യഭാവം കാണിച്ചാൽ കുഞ്ഞുങ്ങൾ എന്നാ ചെയ്യും? കരയും. അവൻ ചിരിച്ച് കാണിച്ചേ, കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും? ചിരിക്കും. അവർക്ക് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്, ദൈവം അതിന് കൊടുത്തിട്ടുണ്ട് അല്ലേ? എന്ന് പറഞ്ഞാൽ അവർ സംസാരിക്കാൻ അറിയത്തില്ല, കുഞ്ഞാണ്, നടക്കാൻ പറ്റത്തില്ലെങ്കിലും അവർ വെറും പൊട്ടന്മാരും പൊട്ടിമാരും ഒന്നും അല്ല. ദൈവത്തിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളാണ്. അവർക്ക് കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള കഴിവ് വളരെ അധികമാണ്. നല്ല കാര്യങ്ങളിൽ ആദ്യം നമ്മുടെ കുഞ്ഞുങ്ങളെ തലമുറയിൽ ഹൃദയങ്ങളിൽ എന്ത് ചെയ്യണം? എഴുതി കൊടുക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. പള്ളിയിൽ വരുമ്പോൾ എല്ലാവരും വളരെ സന്തോഷത്തിലിരിക്കുന്ന മുഖമാണ് നമ്മുടെ യുവതലമുറ കാണേണ്ടത് അല്ലേ? കുഞ്ഞുങ്ങൾ കാണേണ്ടത്. പള്ളിയിൽ വരുമ്പോൾ എന്ത് ചെയ്യണം? കുഞ്ഞുങ്ങളെ വാ മക്കളെ, ആരുടെ കുഞ്ഞാണെങ്കിലും വേണ്ടി വാ മക്കളെ, കയറിയിരിക്കും, ഫ്രണ്ടിലേക്ക് കയറിയിരുന്ന് പോയിരിക്കും, അവിടെ ഇരിക്കും. ഓക്കെ, ഒരു അടുക്കും ചിട്ട ഇവിടെ വരികയാണ് ഒട്ടമാനിക്കാൻ. ഇത് വേറെ എവിടെ കിട്ടും? ഞാൻ പറഞ്ഞത്, നമുക്ക് പല ഉത്തരവാദിത്തങ്ങൾ ഓടിപ്പോകാൻ നമുക്ക് സാധ്യമല്ല. ദൈവം അത് നോക്കും. ദൈവം എല്ലാം നമ്മളെ കാണും. നമ്മുടെ കുഞ്ഞുങ്ങളെ എന്തുമാത്രം ശ്രദ്ധിക്കുന്നുവെന്ന്, നമ്മുടെ കുഞ്ഞുങ്ങളെ എത്രമാത്രം കരുതുന്നുവെന്ന്, ദൈവപാതയിൽ അവരെ നടത്താൻ എത്രമാത്രം ബദ്ധശ്രദ്ധരായിരിക്കുന്നു എന്ന് ദൈവം നോക്കുന്നു അല്ലേ? നമ്മുടെ ഉത്തരവാദിത്തം നമ്മൾ ചെയ്യണം. ഇന്നു മുതൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് മറന്നു പോകരുത്. അത്രയും വേദനയോടെ പ്രാർത്ഥിക്കാൻ, ഹൃദയനമ്പരത്തോടെ പ്രാർത്ഥിക്കാൻ വേറെ ആരുമില്ല. സ്ത്രീധനത്തിലൂടെ ആ ഉത്തരവാദിത്തങ്ങളെല്ലാം എന്ത് ചെയ്യുന്നത്? സ്ത്രീധനം കഴിയാൻ പോകുന്ന കുഞ്ഞുങ്ങൾ അത് നിങ്ങൾ സ്വയം ഏറ്റെടുക്കുകയാണ്. നിങ്ങൾ എല്ലാ ദിവസവും എന്ത് ചെയ്യണം? വേദവസം വായിക്കും അല്ലേ? ചോദ്യമുണ്ട്, നിങ്ങൾ എല്ലാ ദിവസവും വേദവസം വായിക്കും? എല്ലാ ദിവസം പള്ളി ഇല്ല കാര്യം. അങ്ങനെ പറയുമ്പോൾ ഓർത്തോളം പള്ളി പോകുമെന്ന് ഇവിടെ പറഞ്ഞാൽ നിർബന്ധമുണ്ട് എന്ത് ചെയ്യണം? പള്ളി വരണമെന്നാണ്. സൈസൈക്കാരൻ സൈസൈ പള്ളി പോകണം, നിർബന്ധമാണ്. സൗകര്യം വിടുമ്പോൾ പോകുന്നതല്ല, വരിക എന്നുള്ളതാണ്. പോകും എന്ന്, വരും എന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് അവർ ഇവിടുന്ന് പോകുന്നു. എല്ലാ ദിവസവും വേദവസം വായിക്കുമെന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അവരിവിടുന്ന് പോകുന്നു. എല്ലാ ദിവസവും വേദവസം വായിക്കുമോ? തിരുവചനം വായിക്കുമോ? വചനം വായിക്കുന്നതിലും ധ്യാനിക്കുന്നതിലും കേൾക്കുന്നതിലും നീ ബദ്ധശ്രദ്ധനായിരിക്കുമോ എന്നാ ചോദ്യം. ആയിരിക്കും, ചെയ്യും എന്നാണ് പറഞ്ഞു പോകുന്നത്. ദൈവത്തിന് ഞാൻ മുമ്പ് പറഞ്ഞത് ദൈവത്തിനാണ് പറയുന്നത് അല്ലേ? പിന്നെ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ചോദ്യമുണ്ട്, വേദവസം വായിക്കാതെ അതനുസരിക്കാതെ നമ്മളിതിൽ ജീവിച്ചിട്ട് അവസാനം ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെല്ലുമ്പം നമുക്കെല്ലാവർക്കും വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ഒരു പുസ്തകമുണ്ടെന്നാണ് വേദവസം അല്ലേ? അവിടെ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകം എല്ലാം തുറന്നു എന്നാണ് വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നത്. പുസ്തകം തുറന്നു അല്ലേ? ഓരോരുത്തരും അവനവൻ്റെ പ്രവർത്തിക്കത്തക്കതായ വിധിപ്രസ്താവങ്ങൾ ഉണ്ടായി. ചോദ്യം ഇതാണ്, നീ വേദവസം വായിക്കും എന്ന് പറഞ്ഞിട്ട് എന്താണ് വായിക്കാതെ? വായിച്ചോ അല്ലേ? വായിച്ചെന്ന് പറയാൻ പറ്റില്ല, നമ്മൾ വായിച്ചില്ലല്ലോ. ഇല്ല കർത്താവ് എന്ന് പറയാറുള്ളൂ അല്ലേ? പിന്നെ അവന് ചാൻസ് ഇല്ല, പിന്നെ ശിക്ഷ മാത്രമേ ഉള്ളൂ. വായിച്ചു എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. നീ അനുസരിക്കും എന്ന് പറഞ്ഞപ്പോൾ അനുസരിച്ചോ? അടുത്ത ചോദ്യമാണ്, നിന്റെ മക്കളെ ഞാൻ നിങ്ങൾക്ക് മക്കളെ തന്നപ്പോൾ നീ അവരെ എൻ്റെ പാതയിൽ നടത്തിയോ? എന്നെക്കുറിച്ച് അവരോട് നീ പറഞ്ഞോ? ഭയങ്കരമായിട്ടുള്ള കുഴപ്പമാണ്. ഒരു പക്ഷേ നിങ്ങൾ ചോദിക്കുമായിരിക്കും, തിരുമേനി പറയുന്നതിന് ഇങ്ങനെയൊക്കെ തെളിവുണ്ടോ? തെളിവുണ്ട്. ഏലി പുരോഹിതനോട് ദൈവം ചോദിക്കുന്ന ചോദ്യമുണ്ട്. എന്താ ചോദ്യം? ഏലി പുരോഹിതനോട് ദൈവം ചോദിക്കുന്ന ചോദ്യമുണ്ട്. എന്നാ ചോദ്യം? ഏലി പുരോഹിതനെ ചോദിക്കുന്ന ചോദ്യമാണ്, നിന്റെ മക്കളെ നീ എന്ത് ചെയ്തില്ല? എൻ്റെ കൽപ്പനകൾക്ക് അനുസരിച്ച് നടത്താൻ നീ ബദ്ധശ്രദ്ധനായിരുന്നില്ല. അത് നിന്റെ പേരിലുള്ള ഒന്നാമത്തെ കുറ്റമാണ്. അന്ത്യം നമുക്കറിയാം. പെട്ടകം പിടിക്കപ്പെട്ടു പോയി എന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അദ്ദേഹം വീണു, കഴുത്തൊടിഞ്ഞ് മരിച്ചു എന്നാണ് പറഞ്ഞത്. ഓർക്കണം, ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ വചനങ്ങളിലും വാഗ്ദത്തങ്ങളിലും വിശ്വസിക്കുക. ആ ഒരു ചിന്തയാണ് നമ്മളെ ഈ ഭൂമി നല്ലവരായി ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. നല്ല വാക്കുകൾ സംസാരിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് ഈ ദൈവചിന്തയാണ്. വചനം വായിച്ച് മനസ്സിലാക്കുക.
അതിന് ഇന്ന് തിരിയണം കഴിഞ്ഞ നമ്മളെല്ലാവരും ബദ്ധസ്ഥരായിരിക്കണം. ദൈവം അതിനടുത്ത് പരിശുദ്ധാത്മാവിനെ നമ്മളെ സഹായിക്കുകയും ശക്തിയിരിക്കുകയും ചെയ്യുമാറാകട്ടെ. മറ്റാരെയും പ്രേരിപ്പിക്കാൻ വേണ്ടിയല്ല, മറ്റാരെയും കാണിക്കാൻ വേണ്ടിയല്ല, ദൈവവും നാവുമായിട്ടുള്ള ബന്ധം നമ്മൾ ഓർത്തോണം. അത് ഏറ്റവും നന്നായി ചെയ്യുവാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനവും മഹത്വവും കലാവസാനം കൂടാനായിരിക്കുമാറാകട്ടെ. ആമേൻ.